सत श्री अकाल ਤੁਹਾਡਾ स्वागत है सेलिब्रिटी किचन मैजिक सीजन 3 विच അല്ല ചേച്ചി നമ്മളിപ്പോ പഞ്ചാബിലാണ് നമ്മള് കൈരളിയുടെ മലയാളം നമ്മള് സെലിബ്രിറ്റി കിച്ചൻ മാജിക് സീസൺ 3 തിരുവനന്തപുരത്ത് കൈരളിയുടെ ഷോ തിരുവനന്തപുരത്തല്ലേ നമ്മളിപ്പോ മറന്നുപോയ ഭാഷ ഞങ്ങൾ പെട്ടെന്ന് പഞ്ചാബിലേക്ക് ഒന്ന് അയ്യോ സത്യമായിട്ട് ഞങ്ങൾ ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പഞ്ചാബി കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് എങ്ങനെയുണ്ട് ഗൈസ് നന്നായിണ്ടോ എല്ലാവരും ഓക്കെ അപ്പോ ഞങ്ങൾ എന്തായാലും പഞ്ചാബി ഒരു ഡിഷാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും നമ്മൾ പക്ഷെ എന്റെ മോനൊക്കെ ചിന്മയ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് വെജിറ്റേറിയൻ മാത്രമായിരുന്നു മിക്കവാറും അവൻ കുഞ്ഞിലേ തുടങ്ങി പനീർ 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 അത് പാലക് പനീർ ഓക്കെ അപ്പോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലക് പനീറാണ് അപ്പൊ ഭയങ്കര ഹെൽത്തി ഡിഷാണ് നല്ല എന്താ എന്താണ് പറയുന്നത് അതിന്റെ അകത്ത് വേറെ അതെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളല്ല അപ്പൊ നമുക്ക് പാലക് പനീറാണ് ഉണ്ടാക്കണം അപ്പൊ പെട്ടെന്ന് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറയട്ടെ നമുക്ക് വേണ്ടത് മെയിൻ പാലക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ എന്താണ് പാലക് പനീർ 2 പീസ് എടുത്തിട്ടുണ്ട് മെയിൻ ഒരു സാധനം നമ്മുടെ ബട്ടർ പിന്നെ ക്രീം കുക്കിംഗ് ക്രീം പച്ചമുളക് വെളുത്തുള്ളി ജീരകം ഉപ്പ് ജീരകപ്പൊടി വെളുത്തുള്ളി നമ്മൾ അതൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു പൊടിച്ചു വെച്ചിരിക്കുന്നു അത്രേ ഉള്ളൂ കുറച്ച് മല്ലിയില നമുക്ക് ഗാർണിഷിങ്ങിനും ഇത്ര സാധനങ്ങൾ പെട്ടെന്ന് ചെയ്യാവുന്ന ഇതിന്റെ ഓതന്റിക് ആയിട്ട് ഇതിന്റെ വേറെ ഒന്നുമില്ല കറക്റ്റ് നമ്മുടെ ഈ എന്താണ് ഇതിന്റെ കറക്റ്റ് നല്ല ഒരു എന്താ പറയാ പാലക്കിന്റെ കറക്റ്റ് ടേസ്റ്റിലായിരിക്കും നമ്മൾ ചെയ്യാൻ പോണത് വേറെ ഒന്നും നമുക്ക് എറിച്ച് നിൽക്കാതെ അതിന് തന്നെ ടേസ്റ്റിൽ നമുക്ക് കുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിംഗിലേക്ക് അതെ അതെ നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലേക്ക് വേണം പാലക്കിന് ഇടാനായിട്ട് അതിനകത്ത് നമ്മൾ ഒന്ന് വെന്ത് കിട്ടണം അത് ഇട്ട് തിളപ്പിക്കാൻ പാടില്ല പിന്നെ അതിനകത്ത് കിടന്ന് ഒരു മിനിറ്റ് 2 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ അത് നല്ല വെന്ത് കിട്ടും അപ്പൊ തന്നെ എടുത്ത് നമുക്ക് ഐസ് വാട്ടറിലേക്ക് ഇടണം അങ്ങനെയാണ് എൻ്റെ കസിൻസ് ഒക്കെ ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ അപ്പോൾ അവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പണ്ട് തുടങ്ങി ചെയ്യുന്നത് എൻ്റെ മനുവിൻ്റെ കസിൻസ് കുറേ പേര് നോർത്ത് ഇന്ത്യയിലാണ് അപ്പോൾ സുശീല ചേച്ചിയൊക്കെയാണ് എനിക്കിത് ആദ്യമേ പറഞ്ഞു തരണത് ഇത് എളുപ്പമാണ് ഞാനിങ്ങനെ കൺഫ്യൂഷൻ കാരണം നമ്മൾ വീട്ടിൽ എപ്പോഴും നോണല്ലേ കൂടുതൽ അപ്പോൾ എന്ത് പച്ചക്കറി കൊച്ചുങ്ങൾക്ക് കൊടുത്തു വിടും എന്നൊക്കെ പറയും പനീർ ചെയ്യുക അപ്പോൾ നല്ലതല്ലേ പ്രോട്ടീൻ സോയാ ചങ്ക്സ് അതിന്റെ പല പല വെറൈറ്റികൾ പറഞ്ഞു തന്നിരിക്കുന്നത് എല്ലാം ഞങ്ങളുടെ സുശീല ചേച്ചിയാണ് അപ്പോൾ ഓക്കെ എടുത്തോ ഈ ഡ്രസ്സൊക്കെ ഇട്ടപ്പോഴേക്കും നമ്മുടെ പറ്റപ്പാടാണ് പിന്നെന്താ അപ്പൊ ഞങ്ങൾ വെച്ചിട്ട് ചില ചുവടുകൾ വെക്കാൻ പോകും ഞങ്ങൾ കംപ്ലീറ്റ് ഇന്ന് പഞ്ചാബ് സ്റ്റൈലാണ് അതെ നമ്മുടെ തുടക്കം തന്നെ അതെ 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 പഞ്ചാബിലായിരുന്നു ഞങ്ങളുടെ തുടക്കം ഓക്കെ അപ്പൊ തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പാലക് പനീർ ഇടുന്നു ഇത് ജസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊന്ന് ഇതാവും ഒന്ന് വാടിയേ അതിന്റെ ഒരു അതിന്റെ ഒരു കിടന്നിട്ട് ഇതിനൊന്ന് ഒരു കുക്കിംഗ് അല്ല ഒന്ന് വാടണം അതെ അതെ അപ്പൊ തന്നെ നമുക്ക് എടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഇടാം ഓക്കെ പാട്ടൊക്കെ ഇട്ട് ഇവിടെ നിൽക്കുന്നായിരുന്നു സത് ശ്രീ അകാൽ ਤੁਹਾਡਾ സ്വാഗത് है सेलिब्रिटी किचन मैजिक सीजन 3 विच ചേച്ചിയെ സമ്മതിച്ചു ഞാൻ കറക്റ്റ് ആണല്ലോ ചേച്ചി ഞാൻ ജസ്റ്റ് നോക്കണം അല്ല ഞങ്ങൾ രണ്ടൊരു കാണാപ്പടം പഠിച്ചു വെച്ചായിരുന്നു ഞാൻ പറഞ്ഞത് സത് ശ്രീ ആകാൽ നന്നായി വരട്ടെ सत श्री अकाल ਤੁਹਾਡਾ स्वागत है सेलिब्रिटी किचन मैजिक सीजन 3 विच ഒരു കാര്യത്തെ സമ്മതിക്കണം നമ്മൾ അത് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനോട് ഒരു ആത്മാർത്ഥം കാണിച്ചു നിങ്ങൾ അല്ലേ അതെ അതെ നമ്മൾ വേറൊരു സ്റ്റേറ്റ് എടുക്കുകയല്ലേ അപ്പൊ എന്ന് വിചാരിച്ചൊന്നാ അതിലേക്ക് എന്തെങ്കിലും പറഞ്ഞേക്കാം അവരുടെ ആ ഡ്രസ്സും സൂപ്പർ ആയിരുന്നു നിങ്ങളുടെ പ്രസന്റേഷൻ നമ്മള് പാലക് പനീറാണ് കഴിച്ചിട്ടില്ലേ കഴിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് അത് തനതായ രീതിയിൽ വേറെ ഒന്നും അതിക്രമിക്കാതെ എന്റെ മോന് കുഞ്ഞില് കാരണം അവൻ ചിന്മയായിരുന്നു അപ്പൊ വെജിറ്റേറിയൻ മാത്രം അപ്പൊ അതുകൊണ്ട് ഞാൻ പനീറൊക്കെ എപ്പോഴും മോന്
കുഞ്ഞ് സ്കൂളിൽ കൊടുത്തുകൊണ്ടിരുന്ന സാധനമായിരുന്നു. പനീറിന്റെ പല പല വെറൈറ്റി, പാലക്ക് പിന്നെ സോയാ ചങ്ക്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ സംഭവമല്ല, അത് സ്ഥിരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം അതേപോലെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വെജിറ്റേറിയൻസിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് അതെ, പനീർ, അതെ, അല്ലേ? yes, yes, yes. നമ്മൾ ഈ നോൺ വെജ് കഴിക്കൂലേ, ചില്ലി ചിക്കൻ ഇതൊക്കെ അതിന് അതിന് പകരമായിട്ട് ചില്ലി പനീർ, ചില്ലി പനീർ, പനീർ 65, പനീർ ബട്ടർ മസാല അതൊക്കെ നമ്മൾ എപ്പോഴും വെക്കുന്നതാണ്. ഓ അടിപൊളി. അപ്പൊ പാലക് പനീർ ഗംഭീരാവട്ടെ, ഗംഭീരാവട്ടെ. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് അതൊന്ന് ചെയ്യും. ഒന്നും ആയിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ഹിന്ദിയിൽ അവിടെ തരാം. നമുക്കൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാലോ? ഇല്ല സോറി, ഞാനില്ല നിഷേട്ടാ അതില്. हमारा पालक पनीर अभी रेडी हो जाएगा। धन्यवाद। धन्यवाद यहाँ आने के लिए आपको धन्यवाद। धन्यवाद। अपना आना मना है, ओके? कुछ होता है। हमारा तुम्हारा इरवाड़ नहीं है। ओणम ओणम केरल के एक विशेष त्योहार है, विशेष श्रावण त्योहार महीने में है। आता है। महीने ओणम के में दिन लोग आता खुशियां मनाता है। है। ओणम के दिन लोग नए नए कपड़े जीतते हैं, ओके? चले अब दोनों के चलो चलो अब दोनों चलो। ചേച്ചിയുടെ മൂമെന്റ് നോക്കടാ. അയറബ അയറബ ഓക്കെ. അവർ അധികം ആടില്ല, അനങ്ങില്ല അതെ, അതെ, അതെ. അല്ലേ? ആകെ ഇത് മാത്രമേ ഉള്ളൂ. അയ്യോ അതല്ല, പിന്നെ ചേച്ചി അനങ്ങാൻ പറ്റില്ല, എല്ലായിടത്തും ഇങ്ങനെ പിന്നു വെച്ച് ഇങ്ങനെ set ചെയ്തിട്ടേക്കാ. ഒരു കണക്കിനാണ്. അത് തന്നെ, ഇത് കിട്ടത് തന്നെ ഒരു ഒന്ന് കണക്കിനാണ്. അങ്ങടോ ഇങ്ങടോ തീർന്ന്. ആ മൂക്കി കിടക്കണ സാധനം അഴിച്ചുവിടാൻ നോക്കണേ. ഞാൻ വളരെ ശ്രദ്ധിച്ചാലടാ, തുമ്മിയാ പോയി, ചേച്ചി എന്തൊക്കെ തുമ്മിയാ അവിടെ പറഞ്ഞു? കിടന്നു. ചേച്ചി എന്തൊക്കെ പറഞ്ഞു? അത് പാലക് ഒന്ന് അങ്ങടോ ഇങ്ങടോ അനങ്ങിയാ പോയി. ചേച്ചി അതിന്റെ കഷ്ടധാരണ ഇവനോട് ഒരെണ്ണം വെച്ചോളൂ. അയ്യോ വേണ്ട, വേണ്ട, അതെ, വേണ്ട. അതെ, അതെ. ഞാൻ ഇത് തന്നെ ഒരു അതിങ്ങനെ കണക്കിന് കാണിച്ചിട്ട്. വെച്ചേക്കണത്. അതെ, അതെ, അതെ. ആ, അപ്പൊ എന്തായാലും അതെ. സംഗതി ഉഷാറാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. ओके, Thank you, മക്കളെ. आपका All the best. आ गया, धन्यवाद। धन्यवाद, congratulations. हो जाएगा। ठीक है. Okay, Okay, ठीक है। bye. ദേ ഇത് കണ്ടോ, മൺപാടി കണ്ടോ? ആ, പെട്ടെന്നായല്ലോ. പെട്ടെന്നാവും. അതെ തന്നെ, അപ്പൊ തന്നെ അങ്ങോട്ട് കുഴയും അത്. ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. ഇല്ല ഇല്ല ഇല്ല, 2-3 മിനിറ്റ് മതി മാക്സിമം. അതെ അതെ അതെ. ആ അതിനൊന്ന് തണ്ടൊക്കെ ഒന്ന് ആ ഫ്രഷ്നെസ് പോയി ഒന്ന് ഇത് കണ്ട കുഴഞ്ഞു, അതായാൽ നമുക്ക് ഓക്കെയാണ്. ഓക്കെ. ആ ഐസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടേ, ഇതിലേക്ക് നമ്മൾ ഇതിന് ഉടനെ തന്നെ ഇടണേ. ഉടനെ തന്നെ അതിൻ്റെ അകത്തേക്ക് ഇടാണ്. ഓക്കെ, ഇത് മാറ്റിക്കോ മോനെ. അപ്പൊ നമ്മൾ ഐസ് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതാണ്. ഒന്ന് ഇതിനെ നമ്മൾ തണുക്കാനായിട്ട്. ഒന്ന് പിഴിഞ്ഞിട്ട് കേട്ടോ. കണ്ടോ, വന്നപ്പോ ഒത്തിരി ഉള്ളു സാധനം കണ്ടോ. വളരെ ആ വളരെ കുറച്ചുള്ളൂ, അതാണ്. കണ്ടോ, അത് കണ്ടോ, അത്രയും നല്ല പേസ്റ്റ് അത്രയും നന്നായിട്ട് അത്ര നന്നായിട്ട് അരിഞ്ഞു കിട്ടണം. അറിയണം. ഓക്കെ. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ ഇതിനകത്ത് ബട്ടറാണ് ഫുൾ ഉപയോഗിക്കുന്നത്. അതിന്റെ അകത്ത് ഈ ജീരകം പൊട്ടിക്കാൻ വേണ്ടി മാത്രം ഒരു നുള്ള് നുള്ള് വെളിച്ചെണ്ണ ഇടുന്നുണ്ട്. ഓക്കെ ഓക്കെ. അതിൻ്റെ അകത്തേക്ക് ഒരു ജീരകത്തിന്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാനും പാടില്ല. പക്ഷെ ഇത് ഇവരുടെ നോർത്ത് ഇന്ത്യൻ ഡിഷസിലെല്ലാം മെയിൻ ജീരകം. അയ്യോ ജീരകം, ആ ഫുൾ ജീരകത്തിന്റെ കളിയാണ് അവിടെ. ജീരകപ്പൊടി എല്ലാത്തിനും. ഇപ്പൊ നമ്മള് അവരുടെ പഞ്ചാബി ധാബയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവരുടെ ഇതിലൊക്കെ മൊത്തത്തില് ഇതാണ് കിടക്കുന്നത്. പിന്നെ ഞാൻ ധാബ കഴിച്ചിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റ്. ഇതിലേക്ക് നമ്മള് ഒരു ബട്ടറിന്റെ നല്ലൊരു പീസ് അങ്ങോട്ട് ഇടണം കേട്ടോ. ബട്ടർ പീസ് നമുക്ക് കാരണം ഇതിന് ബട്ടറിലാണ് ഇതിന്റെ കുക്കിംഗ് ഭയങ്കരമായിട്ടിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ലൊരു പീസ് അപ്പൊ അത് ഒന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടേണ്ട സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു ഭയങ്കര മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൻ്റെ. ഓക്കെ, നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി മാത്രം നല്ലൊരു ബ്രൗൺ ആവണം കേട്ടോ, ചെറിയ ബ്രൗൺ കളർ ആവണം. ആ ചെറിയത് ബ്രൗൺ കളർ ആവണം. ഒരു ബ്രൗൺ കളർ ആയിട്ടല്ലേ? അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് നന്നായിട്ട് കുറക്കണം, നന്നായിട്ട് കുറയ്ക്ക്. കുറച്ച് ഇഞ്ചിയും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണേ, ഇഞ്ചിയുടെ ചെറിയൊരു ഇത്. ഓക്കെ, അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒനിയൻ കേട്ടോ. ഒനിയൻ അത്രയും വേണം, ഒരു ഒനിയനെ നമ്മൾ എടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആ ഒനിയൻ ഒന്ന് പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ലാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഫൈനൽ ഇത് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, ബട്ടറിന്റെയും വെളുത്തുള്ളിയുടെയും സവാളയുടെയും എല്ലാത്തിന്റെ ഒരു സ്മെല്ല്. വേറൊരു സാധനം കൂടി ഇടാനുണ്ട്, ഞാൻ വിട്ടുപോയി. പച്ചമുളക് ഒരു അധികം ഇത് വേണ്ട, ഒരു ഇത്തിരി പച്ചമുളക്. ഇതിനകത്ത് എരിവില്ല ഈ സാധനത്തിനൊന്നും അധികം, ഈ പനീറിനൊന്നേ അധികം എരിവില്ല. ഇത്
എൻ്റെ ഒരു സ്പെഷ്യൽ ഇതാണ് ഇത്തിരി ഒരു പൊട്ടിക്ക് ഒരു നുള്ള് മറ്റേ കാശ്മീരി ചില്ലി. അത് ഞാൻ ഇത് ഞാൻ ചെയ്യുമ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഇടുന്നതാണത് കേട്ടോ. അപ്പോൾ ഒനിയൻ നമ്മുടെ ഇതും വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഇതിനെ ഇങ്ങോട്ട് തട്ടുന്നു. ഓക്കെ, അങ്ങനെ പാലക് പനീർ റെഡി ആവാൻ പോകുന്നു. ഞാനൊരു നുള്ള് ജീരകത്തിന്റെ പൊടി ഉണ്ട് കേട്ടോ, ജീര പൗഡർ. അതിന്റെ ആ ഒരു ഫ്ലേവർ കിട്ടണം ജീരകത്തിന്റെ. അപ്പൊ അതും കൂടി ഒന്ന് ഇടുന്നുണ്ടേ. തിരച്ച് നമ്മൾ അതിലേക്ക് പനീറിനെ ഇങ്ങോട്ട് തട്ടുകയാണേ. അപ്പൊ ഗൈസ് ഇതാ നമ്മുടെ കുക്കിംഗ് ക്രീം കൂടി ആഡ് ചെയ്യാൻ പോണിന്റെ അകത്തേക്ക്. അത് ഇട്ടിട്ട് ഒന്ന് ചൂടാവണം. എന്നിട്ട് വേണം നമുക്ക് പുറത്ത് ഇത് ചെയ്യാൻ. ഓക്കെ, ഗാർണിഷ് ചെയ്യാൻ. അപ്പൊ നമ്മുടെ പാലക് പനീർ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇതിലേക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കി ഗാർണിഷ് ചെയ്യാം. ഓക്കെ, നമുക്കിത് ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മുടെ ക്രീം എടുത്തിട്ട് ഒരു ബട്ടർ പീസ് അതിന്റെ മുകളിലേക്ക് ഒന്ന് ഇത് ചെയ്തിടണം. ഒരു ചെറിയ പീസ് അങ്ങോട്ട് മെൽറ്റ് ആയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിക്കോളും. അതിൻ്റെ കൂടെ നമ്മളിതാ ഇവിടെ ഇങ്ങനെ കുറച്ച് മല്ലിയില നമ്മുടെ ഇങ്ങനെ ഗാർണിഷ് ചെയ്യാൻ വെച്ചു. കഴിഞ്ഞു. യെസ്, തീർന്നു. നമ്മുടെ ഇത് റെഡിയായി. പാലക് പനീർ റെഡിയായി. അപ്പോ മലയാളമല്ല, ഹിന്ദി. दोस्तों, भाइयों और बहनों, हमारा पालक पनीर तैयार है. स्वादिष्ट पालक पनीर आप खुशी से खाओ ना प्लीज. ഇത്ര ഹിന്ദി ഞങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ ഞങ്ങളുടെ സ്വാദിഷ്ടമായ പാലക് പനീർ തനിമയാർന്ന അതിനകത്ത് ഒരു ഓവർ സാധനങ്ങളൊന്നും ഞങ്ങൾ ചെയ്യാതെ സിമ്പിൾ പാലക്കും പനീറും ബട്ടറും മാത്രമാണ് അതിൻ്റെ അകത്ത്. പിന്നെ ഉള്ളത് ചെറിയ അത് നമുക്ക് വേണമല്ലോ, ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മുടെ ടേസ്റ്റ് മേക്കർ കുക്കിംഗ് മറ്റേ ക്രീം ഇട്ടിട്ടുണ്ട്. ബാക്കി ഒന്നുമില്ല. മല്ലിയില നമ്മുടെ ഇതിന് മാത്രമാണ്. അപ്പൊ അതെ, ഗാർണിഷിങ്. അപ്പൊ ഞങ്ങളുടെ ഡിഷ് റെഡി. പാലക് പനീർ റെഡിയായി, തയ്യാർ ഹേ. അപ്പൊ എന്തായാലും നിങ്ങളിത് പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് പറയണം, കമന്റ്സ് അറിയിക്കണം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു. Milma presents Vira Food Celebrity Kitchen Magic Season 3. Powered by Amrtaveni KSFE, Bima Jewellers, Pankaj Kasturi Ortho Herb and Kerala Bank. നമസ്കാരം. മലയാളികളാണോ? അല്ല, നേരത്തെ എന്താ പറഞ്ഞില്ല? നമസ്കാർ. ഏത് നാട്ട്? നേരത്തെ ഞങ്ങൾ വന്നപ്പോ എന്തൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അങ്ങനല്ല, നമസ്കാർ. പഞ്ചാബി. ഇത് വെറുതെ ഒരു പാലക് പനീറാണ്. പാലക് പനീർ നിർമ്മാണം അങ്ങനെ എന്തെങ്കിലും? നിർമ്മാണവും ഇല്ല, വെറുതെ നിർമ്മാണങ്ങളൊന്നും ഇല്ല. പഞ്ചാബി ചൂസ് ചെയ്യാൻ കാരണം
ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് വേണമല്ലോ. Other state അപ്പൊ അതർ സ്റ്റേറ്റ് നോക്കിയപ്പോ ഞാൻ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കണ സാധനമാണ് പനീർ എല്ലാം. മോൻ കുഞ്ഞു അതാ ഡിഷ് വെച്ചങ്ങ് ക്യാരക്ടറായി. അതെ അത്രേ ഉള്ളൂ. എന്റെ മോന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പനീർ എല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഹിന്ദിയിൽ എങ്ങനെയാണ് ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഹിന്ദിയില് ഞാൻ ഇതിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. പാലക് പനീർ പനീർ ഹിന്ദിയിലൊന്ന് പറയാൻ പറ്റുമോ? രണ്ടുപേര് ये हमारा नया पालक पनीर बहुत रुचि अच्छा है आपको टेस्ट चेक करो ഹിന്ദി മീഡിയം ആണല്ലേ? ടേസ്റ്റ് കരേഗാ, आप ജറൂർ ടേസ്റ്റ് കരേഗാ. टेस्ट करेगा प्लीज അതെ അതെ അതെ. प्याज प्याज वो प्याज है चिल्ली है अचार है നന്നായിട്ടുണ്ട്. നീ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തോ. थैंक यू ആ പാലക്കിൻ്റെ ഫ്ലേവർ ഉണ്ട്. അതുപോലെ തന്നെ സിമ്പിളാണ്, പക്ഷെ നന്നായിട്ടുണ്ട്. നന്നാണ്. थैंक यू കഴിച്ചോ. ഏറ്റവും ഈ ആലു പൊറോട്ടയുടെ കോമ്പിനേഷൻസ് ആണ്. ആ നോർത്ത് ഇന്ത്യൻസ് കൂടുതലും ഉള്ളി കഴിക്കും, ഇതിൻ്റെ കൂടെ തൈര് കഴിക്കും അല്ലേ, പിക്കിൾ കഴിക്കുമല്ലോ. പിക്കിൾ കഴിക്കും. അപ്പം പാലക് പനീർ ആയതുകൊണ്ട് അത് മാത്രമേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നുള്ളൂ. നന്നായിട്ടുണ്ട്. थैंक यू അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. थैंक यू सर थैंक यू ഉദർ സേ उधर से देखने കദം ഹോ ഗയ. ഓക്കേ, कदम नहीं अच्छा ഗതാഗതം. कुदागदम